ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കടുത്ത വേനലിനെ പ്രതിരോധിച്ചാണ് നമ്മളെല്ലാം ഏലച്ചെടി പിടിച്ചു നിർത്തിയതും വളരെ ബുദ്ധിമുട്ടി വെള്ളമില്ലാതെ നമുക്ക് കുഴൽക്കിണറുകൾ അടിച്ചും പലയിടത്തുനിന്നും പലരും വെള്ളം വിലയ്ക്കൊക്കെ വാങ്ങിയൊക്കെയാണ് നമ്മുടെ ചെടികളെ നമ്മൾ പിടിച്ചു നിർത്തിയിരുന്നത്. നമുക്ക് അവസാനം നമുക്ക് സീസണിലോട്ട് എത്തുമ്പോൾ ഒരു ആദായം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത് പിടിച്ചെടുത്ത കൃഷിക്കാരനൊരു തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ ഒരു ഇരുട്ടടിയായിട്ട് ഈ ഒരു 2-3 ദിവസമുള്ള കാറ്റും മഴയും നല്ല രീതിയിൽ ഓണക്കിനെ ഒരു വിധത്തിൽ പ്രതിരോധിച്ച് നിന്ന് കായ് പിടിക്കാതെ നിന്ന് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കായ് പിടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലെ കാറ്റടിച്ച് തോട്ടങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇടുക്കിയിലെ ഒത്തിരി തോട്ടങ്ങൾ ഇതുപോലെ കാറ്റിൻ്റെ പ്രവർത്തനം നശിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടമാണ്. വളരെയധികം ചെടികൾ പുള്ളി വളരെയധികം പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു തോട്ടമാണ്. അത്യാവശ്യം കായൊക്കെ പിടിക്കാൻ തുടങ്ങിയായിരുന്നു. കണ്ടമാനം കാറ്റടിച്ച് ഒടിച്ച് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്ന് ഇവിടെയാണ് കൃഷിക്കാരൻ തോറ്റു പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ ഏലക്കയുടെ വില പുറകോട്ട് തന്നെയാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഈ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ കാണാനായിട്ട് സ്പൈസസ് ബോർഡോ ആരും തയ്യാറാവുന്നുമില്ല. അപ്പം ഈ ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥയെ നമ്മൾ പരിതപിക്കുക അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഇതാണിപ്പോൾ നിലവിലത്തെ അവസ്ഥ.